എല്ലാവർക്കും നമസ്കാരം. തന്ത്ര തന്ത്ര മെഡിറ്റേഷൻ യോഗ അർത്ഥമാക്കുന്നത് നമ്മൾ ഈ പ്രാണൻ്റെ ഉയർന്ന അവസ്ഥയുമായി ചേരുവാൻ വേണ്ടിയിട്ടാണ്. അതിനെ ശിവബോധമെന്നും സുപ്രീം കോൺഷ്യസ്നെസ് എന്നും ബ്രഹ്മമെന്നും ഒക്കെ നമ്മൾ വിളിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രാണശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ടാണ് യോഗ ചെയ്യുന്നത്. പൂജയാണെങ്കിലും ക്ഷേത്ര ധ്യാനമാണെങ്കിലും എല്ലാ പ്രവർത്തനം പ്രാണശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ടാണ്. എപ്പോഴും നോക്കണം, ഈ ഒരു ഊർജം പരിണാമപ്പെട്ട് ഈ ഊർജം പ്രാണശക്തി നിറച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധാ മനുഷ്യനെ നോക്കുമ്പം ഭക്ഷണത്തിലൂടെയും അതേപോലെ തന്നെ ഉറക്കത്തിലൂടെയുമാണ്. ഇതാണ് പ്രാണശക്തി നമ്മളിൽ നിലകൊണ്ടിരിക്കുന്നത്. അത് മാനസികപരമായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനമാണോ അതിലേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ആ പ്രാണശക്തി കൊണ്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ആ സുഖങ്ങളെ മാത്രം നമ്മൾ അറിയുന്നു. എന്നാൽ ഈ പ്രാണശക്തി സുഷ്മയിലിരിക്കുന്ന പ്രാണൻ പിങ്കള നാഡികളുടെ ഇടയാകുന്ന ചന്ദ്രനാഡിയിലൂടെയും പിങ്കളയാകുന്ന സൂര്യനാഡിയിലൂടെയും സംഗമിച്ച് ഇത് പ്രാണൻ മുകളിലൂടെ സ്പൈൻ നട്ടലിലൂടെ കടന്ന് ആജ്ഞയിലെത്തുമ്പോഴാണ് നമ്മളൊരു തിരിച്ചറിവിനെ അറിയുന്നത്. ഇപ്പോൾ കൃഷ്ണൻ്റെയും ശിവൻ്റെയൊക്കെ ചിത്രം നോക്കുമ്പോൾ അറിയാം, നീലയാണ്, ആകാശമായിട്ട് ബന്ധപ്പെടുത്തി നിർവ്വാണ എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്ന. അപ്പം നമുക്കറിയാം മനുഷ്യൻ്റെ ഒരു ധാരണ അല്ലെ, മനുഷ്യനെ ഈ ചക്രത്തിലിട്ട് കടത്തിയ മെയിനൊരു കഥയെന്ന് പറയുന്നത് ഈഗോയാണ്. ഈഗോ കൊണ്ട് നമ്മൾ അറിയുന്നില്ല പരിണാമം എങ്ങനെയാണ് നമ്മളിലുള്ള എന്നുള്ളത്. പരിണാമത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്ന നമുക്കിത് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തേണ്ടതെന്നുള്ളത് നമ്മൾ ഈഗോ കാരണം നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ചില കർമ്മ പ്രക്രിയകൾ മാറാൻ വേണ്ടി സേവ ചെയ്യാൻ പറയുന്നത്. അപ്പം ഈഗോയാണ് നമ്മൾ ഈ ചക്രത്തിലിട്ട് കറക്കുന്നത്. അതിനെ നമ്മൾ അറിയുന്നുമില്ല, ഇത് നമ്മളിലെ ബന്ധനപ്പെടുത്തുന്നുള്ള കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് റിയലൈസേഷൻ ചെയ്യാൻ അവനവന് മാത്രമേ സാധിക്കുള്ളൂ. അവനവന് ധ്യാനത്തിലൂടെ ഈ ഒരു തിരിച്ചറിവ്, എന്താണ് പ്രാണൻ, ലൈഫ് എങ്ങനെയാണ് പരിണാമപ്പെടുന്നത്, ജീവൻ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ആത്മബോധത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുന്നൊരു രീതിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അതൊരു മതമല്ല, അതൊരു വ്യക്തിയുടെ വാക്കല്ല, ഒന്നുമല്ല, അവനവൻ്റെ ഓൺ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പം തന്ത്ര എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സഹജശക്തി, ഒരു വ്യക്തിക്ക് സഹജശക്തി ഇല്ലാതെ അവർക്കിതിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ബുദ്ധൻ 8 വർഷം എടുത്തു പരിണാമത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനത്തിൽ തന്നെ വന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന പത്മശാംഭവൻ, അദ്ദേഹം വജ്രയാൻ തന്ത്രം മെനഞ്ഞു. യോഗ പരമ്പരയിൽ തന്ത്രയുടെ പിതാവെന്നും അഗസ്ത്യനാണ്. അദ്ദേഹം ഗുപ്തകാശിൽ നിർമ്മിച്ചിരിക്കുന്ന ലിംഗമാണെങ്കിലും ഒരു കല്ലിനെ എങ്ങനെ ശോഭിപ്പിക്കുക രീതിയിലാണ്. പ്രത്യേകിച്ച് ഒരു വർഷിപ്പൊന്നുമില്ല അവിടെ. അതൊരു വിദ്യയാണ്, എനർജി കൊണ്ടുള്ളൊരു വർക്കാണ്. എത്ര വർഷം ചെന്നിരുന്നാലും അവിടുത്തെ ഒരു ഊർജ്ജത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്ന രീതി. നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു തയ്യാറെടുപ്പോട് ചെന്നാൽ മതി. അപ്പം ധ്യാനം സംഭവിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് ഈ സൃഷ്ടിയുടെ ഒരു മാനത്തെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് നമുക്കുള്ളൊരു പ്രക്രിയയാണ് എപ്പോഴും തന്ത്ര എന്ന് പറയുന്ന ഒരു അഭ്യാസം. അതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിണാമത്തിൻ്റെ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ഒരു സിദ്ധഗുരുവിനെ സംബന്ധിച്ച് നോക്കുമ്പം ഇപ്പം ഇതൊരു ഗുരു മാനത്തിലൂടെ കടന്നു വരേണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ, നമ്മൾ ക്രിക്കറ്റിൻ്റെ പോലും നന്നായി കളിക്കുന്ന ആൾക്കാർ നമ്മൾ ക്രിക്കറ്റിൻ്റെ ദൈവമെന്ന് പറയാറുണ്ട്. ആ വ്യക്തി അദ്ദേഹത്തിനെ പോലെ പരിശീലിപ്പിച്ച് കുറേ ആൾക്കാരെ എടുപ്പിക്കാൻ നോക്കുന്നു. അത് മനസ്സിൻ്റെയും അതിന് കൊടുക്കുന്ന ട്രെയിനിങ് പോലെ തന്നെ പരിശീലിക്കാനായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവരവിടെ എത്തുന്ന രീതിയിൽ വരുന്നു. പല ആൾക്കാരും ആത്മീയതയെ കാണുന്നത് ഒരു മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വേറൊരു തലത്തിൽ ഇത് പറഞ്ഞ് ആചാര്യന്മാരിലൂടെ അറിയേണ്ടത്, അങ്ങനെയല്ല. എപ്പോഴും തന്ത്ര ഗുരുക്കന്മാർക്കൊരു പ്രത്യേകതയുള്ളത് അവർ ഊർജത്തെ നിങ്ങൾക്ക് പകർന്നു നൽകാൻ പറ്റുമെന്നുള്ളതാണ്. ദീക്ഷയിലൂടെ അതിന് ശക്തിപത്തെന്ന് പറയാം, ദീക്ഷയുടെ മാർഗം. പർട്ടിക്കുലറായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഈ സൃഷ്ടിയുടെ ആ ഒരു ഉത്ബോധത്തെ, 7ാം ചക്രത്തിൽ നിൽക്കുന്ന ഒരു ഗുരുവിന് മാത്രമേ ദീക്ഷ നൽകാൻ പറ്റുള്ളൂ. 7ാം ചക്രം സൃഷ്ടിയുടെ മുഴുവനായിരിക്കുന്ന ജ്ഞാനബോധമാണ്. അത് നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. ഇപ്പോൾ ഒരു സാധാ മനുഷ്യനൊരിക്കലും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിലേക്കും അവർക്ക് തൊടാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ജീവൻ്റെ പരിണാമം അറിയാത്ത ആർക്കും തന്നെ ആത്മാവിലേക്ക് തൊടാൻ പറ്റില്ല. അതിൻ്റെ ഒരു സ്പർശനം കൊണ്ട് ചില തിരിച്ചറിവിൻ്റെ ആ ഒരു അവേക്കിംഗ് സ്റ്റേറ്റിലേക്ക് തന്നെ കടക്കുന്നു. അതിനുശേഷം മുന്നോട്ട് ഓരോ ക്രമീകരണത്തിലൂടെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്.
തന്ത്ര എന്ന് പറയുന്നത് ഒരു സിദ്ധഗുരു മന്ത്രമായും മുദ്രകളായും ക്രമീകരിച്ചുള്ള യന്ത്രങ്ങളാലും ഒരു ഊർജത്തെ നൽകുകയാണ്. സൃഷ്ടിയുടെ അവബോധം നമുക്കറിയുവാനായിട്ട് ചില പ്രതിഷ്ഠാപന രീതിയിലൂടെയും ഒക്കെ തന്നെയാണ് ഈ ഒരു ക്രമീകരണം നമ്മൾ അറിയുന്നത്. ഇതൊരു സിദ്ധിയാണ്. ഇതൊരു നമ്മളറിഞ്ഞൊരു ഇതിനെ ഒരു വാക്കാലോ ഒന്നും തന്നെ അല്ലാതെ ഡയറക്റ്റ് ദീക്ഷയിലൂടെ കൊടുക്കുമ്പം അവർ ആ ഒരു സ്റ്റേറ്റിനെ അനുഭവിച്ചറിയുന്ന അവസ്ഥ അത് അവരറിയുന്നുണ്ട്. ആ സമയത്ത് എന്താണ് അവരിൽ സംഭവിക്കുന്നതെന്ന് അവരുടെ ആ ആത്മബോധം വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആധ്യാത്മികതയുടെ ഈ ഒരു സൃഷ്ടിയുടെ ഈ ലൈഫ് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനും അതിലേക്ക് അലിയാനും പറ്റുന്നത്. തന്ത്ര മെഡിറ്റേഷൻ അല്ലെ തന്ത്ര സാധന എന്ന് പറയുന്നതെല്ലാം തന്നെ ജീവനെ മനസ്സിലാക്കാൻ ഒരു എളുപ്പമാർഗമാണിത്. നമസ്കാരം.